ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് 3 വീഡിയോ ആണിത്. നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള സ്ലൈഡ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കാദ്യം HRM അഥവാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻറ്റേർണൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിനുള്ളിലുള്ള ഫാക്ടേഴ്സാണ്. ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന് പുറത്തുള്ള ഫാക്ടേഴ്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. അതിലാദ്യം വരുന്ന പോയിൻ്റാണ് ഓർഗനൈസേഷൻസ് സ്ട്രാറ്റജി. ഇപ്പോൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലെവൽ പ്ലാൻ ആണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ ഫോമുലേറ്റ് ചെയ്യുന്ന ഹൈ ലെവൽ പ്ലാൻസിനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഓർഗനൈസേഷൻ്റെയും സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ഈസ് ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയൻ എംപ്ലോയീസിൻ്റെ റിക്രൂട്ട്മെൻറ്റിനെ, അവരുടെ ഡെവലപ്മെൻറ്റിനെ, അവരുടെ കംപ്ലയിൻസ് ഒക്കെ ഡീൽ ചെയ്യുന്നത് ട്രേഡ് യൂണിയൻസ് ആണ്. അതായത് എംപ്ലോയീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ഗ്രീവൻസസ്, പരാതികളുണ്ടെങ്കിലും അത് മാനേജ്മെൻറ്റിനെ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ അറിയിക്കുന്നത് ട്രേഡ് യൂണിയൻസ് ആണ്. അപ്പോൾ ഈ ട്രേഡ് യൂണിയൻസും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് വൺ ഈസ് ഓർഗനൈസേഷൻസ് ഫിനാൻഷ്യൽ പൊസിഷൻ. അതായത് ഈ എംപ്ലോയീസിനെ വെറുതെ റിക്രൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അവർക്ക് വേജസ് അല്ലെങ്കിൽ സാലറീസ് കൊടുക്കണം. അപ്പോൾ നല്ല ഫിനാൻഷ്യൽ പൊസിഷനിലുള്ള ഓർഗനൈസേഷൻസിന് മാത്രമേ എംപ്ലോയീസിന് അതിനനുസരിച്ചിട്ടുള്ള സാലറിയും വേജസും ഒക്കെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എത്രത്തോളം ഫിനാൻഷ്യലി സൗണ്ട് ആണ് അല്ലെങ്കിൽ സ്റ്റേബിൾ ആണ് എന്നുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പോളിസീസ്. പോളിസി എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്ന ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ഗൈഡ് ലൈൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നത്, അതിനെയാണ് പോളിസീസ് എന്ന് പറയുന്നത്. ഇനി വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അഥവാ പുറത്തുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ഒന്നാമത്തത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. അതായത് ഒരു സ്ഥാപനം ഓപ്പറേറ്റ് ചെയ്യുന്ന രാഷ്ട്രീയ ചുറ്റുപാട്, പൊളിറ്റിക്കലായിട്ടുള്ള എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഓർഗനൈസേഷൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതുവഴി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് എക്കണോമിക് ഫോഴ്സസ്. എക്കണോമിക് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എക്കണോമിക് സിസ്റ്റം, എക്കണോമിക് കണ്ടീഷൻസ് ആൻഡ് എക്കണോമിക് പോളിസീസ് ആണ് വരിക. അതായത് സമ്പദ് വ്യവസ്ഥ, അതുപോലെ തന്നെ ഈ എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോളിസീസ് എന്തെല്ലാമാണ്, എക്കണോമിയിലുള്ള കണ്ടീഷൻ, അതായത് ബൂം പീരീഡ് ആണോ ഡിപ്രഷൻ പീരീഡ് ആണോ, അപ്പോൾ അങ്ങനെയുള്ള എക്കണോമിക് കണ്ടീഷൻസ് ഒക്കെയാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്കണോമിക് ഫോഴ്സസിൽ വരിക. അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ലീഗൽ ഫാക്ടേഴ്സ് ആണ്. ലീഗൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തുള്ള നിയമവ്യവസ്ഥ, അതിനനുസരിച്ചിട്ട് വേണം എംപ്ലോയീസിനെ ഹയർ ചെയ്യാനായിട്ടും അതിൻ്റെ സാലറി അഡ്മിനിസ്ട്രേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ നിയമവ്യവസ്ഥയെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. സോ HRMനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു എക്സ്റ്റേണൽ ഫാക്ടറാണ് ലീഗൽ ഫാക്ടർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടെക്നോളജിക്കൽ അഡ്വാൻസസ്. സോ നമുക്കറിയാം ടെക്നോളജി ഡെയിലി അപ്ഡേറ്റഡ് ആയിട്ട് വരികയാണ്, പുതിയ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ റിസോഴ്സസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് ഇത്തരത്തിലുള്ള ടെക്നോളജിക്കൽ ചേഞ്ചസ് സഹായിക്കുന്നുണ്ട്. സോ നമുക്ക് പറയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെയും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. ഫേംസ് തമ്മിൽ ഭയങ്കര മത്സരമാണ് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കോമ്പറ്റീഷനും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും തമ്മിൽ എന്താണ് ബന്ധം? കോമ്പറ്റീഷൻ കൂടുന്തോറും ഓർഗനൈസേഷൻസ് ഒക്കെ ക്വാളിറ്റി ആയിട്ടുള്ള ടാലൻറ്റിന് വേണ്ടി അന്വേഷിക്കും. ക്വാളിറ്റി ടാലൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അന്വേഷിക്കും. അപ്പോൾ നല്ല സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ഒരു നീഡ് അവിടെ വരുന്നു. സോ അൾട്ടിമേറ്റ്ലി ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയാണ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് സ്കിൽസ് ഫോർ HR പ്രൊഫഷണൽസ്. ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്രൊഫഷണൽസിന് വേണ്ട സ്കിൽസ്, കഴിവുകൾ അല്ലെങ്കിൽ ടാലൻസ് എന്തൊക്കെയാണ്? അതിലേറ്റവും ആദ്യം വരുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. അപ്പം ഏതൊരു പ്രൊഫഷണലിനും ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ഒരു സ്കില്ലാണ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത് വരുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്. കാരണം എംപ്ലോയി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഇഷ്യൂസ്, പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ല് HR പ്രൊഫഷണലിന് വേണം. ദെൻ തേർഡ് വൺ ഈസ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സിന് ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പോൾ പല സിറ്റുവേഷൻസിൽ അവർ പല ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുള്ള ഒരു സ്കില്ല് വേണം.
പിന്നെ വരുന്നത് ലീഡർഷിപ്പ് സ്കിൽസ് ആണ്. ഇപ്പോൾ HR പ്രൊഫഷണൽസിൻ്റെ കീഴിൽ വലിയൊരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്, ടീം ഓഫ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ കൃത്യമായിട്ട് ലീഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ല് HR പ്രൊഫഷണലിന് ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആണ്. അതായത് എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കാനായിട്ടുള്ള സ്കില്ല് HR പ്രൊഫഷണലിന് ഉണ്ടായിരിക്കണം. ദെൻ ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ്. ഇപ്പോൾ പല പല ആക്ടിവിറ്റീസിലെ ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഇവർക്ക് ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം. ദെൻ ഓർഗനൈസേഷണൽ സ്കിൽസ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സിന് പല പല ടാസ്കുകൾ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ടാസ്ക് ഒക്കെ വളരെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള എബിലിറ്റിയാണ് ഓർഗനൈസേഷണൽ സ്കിൽസ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇസ് സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽസ്. അതിനൊരു എക്സ്പ്ലനേഷൻ വേണമെന്ന് തോന്നുന്നില്ല. എംപ്ലോയീസിൻ്റെ അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള സ്ട്രെസ്സ് മാനേജ് ചെയ്യാനായിട്ടുള്ള സ്കില്ലിനെയാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു HR പ്രൊഫഷണലിന് വേണ്ട സ്കിൽസ്. കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.